300 രൂപ ചിലവിൽ ഈ തിക്നെസ്സിൽ കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സോട് കൂടിയ ലിക്വിഡ്, ഡിഷ് വാഷ് ലിക്വിഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല മണമാണ് കേട്ടോ. അതുപോലെ ഗുണവും ഏറെയാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇത് യൂസ് ചെയ്യാം. കണ്ടില്ലേ, നല്ല പതഞ്ഞ് എല്ലാ അഴുക്കും പോകാൻ ഈ ഒരു ലിക്വിഡ് മതി. വെറും 300 രൂപ ചിലവിൽ നമുക്ക് 10 ലിറ്റർ ലിക്വിഡ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. കണ്ടില്ലേ, 10 ലിറ്ററും ഞാനിവിടെ കുപ്പികളിലൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ 6 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. ഈ 6 ഇൻഗ്രീഡിയൻസ് വെറും 300 രൂപയാണ്. ഈ ഒരു 300 രൂപ കൊണ്ട് നമുക്ക് 10 ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാം നല്ല ക്വാളിറ്റിയിൽ. ഞാനിവിടെ 9 ലിറ്ററാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഞാൻ ഒന്ന് കുറയ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് 10 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്വാളിറ്റിയിൽ നല്ല തിക്കായിട്ട് വേണമെങ്കിൽ 1 ലിറ്റർ ഒന്ന് കുറച്ചോളൂ കേട്ടോ വെള്ളം. നമ്മുടെ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഡിഷ് വാഷിൻ്റെ കിറ്റെന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും സാധനങ്ങൾ അവരെടുത്ത് തരും കേട്ടോ. വേറെ എല്ലായിടത്തും ഈ 5 ഇൻഗ്രീഡിയൻസ് ആണ്. ഈ ഒരു തരിയുള്ള ഈ സാധനം അങ്ങനെ ഉണ്ടാവാറില്ല. ആ ഒരു 5 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡിഷ് വാഷ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 6 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതാണ് സ്ലറി. ഇതാണ് നല്ലൊരു പതയൊക്കെ കിട്ടില്ലേ, അതിനുള്ള ആ ഒരു സാധനമാണ് കേട്ടോ സ്ലറി. 1 ലിറ്ററാണ് ഇവിടെ സ്ലറി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കിറ്റിൽ തന്നെ ഈ ഒരു 1 ലിറ്റർ അവർ മെഷർ ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഈ ഒരു കല്ലുപ്പിൻ്റെ ഷേപ്പിലിരിക്കുന്ന, കണ്ടില്ലേ, കല്ലുപ്പ് പോലെ ഇരിക്കുന്ന ഇതാണ് നമ്മുടെ കാസ്റ്റിക് സോഡ. 150 ഗ്രാം അളവിലാണ് കേട്ടോ കാസ്റ്റിക് സോഡ ഉള്ളത്. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഫൈൻ പൗഡറായിട്ടിരിക്കുന്ന ഇത് 100 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. ഇത് സോഡിയം സൾഫേറ്റ് ആണ്, സോഡിയം സൾഫേറ്റ്. പിന്നെ കളറിന് നല്ല കളർ കിട്ടാനായിട്ട് കളറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണത്തിനായിട്ട് ഒരു ഫ്രാഗ്രൻസ് ലിക്വിഡും ഉണ്ട്, നല്ല മണമൊക്കെ കിട്ടാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കിറ്റിലുള്ളത്. ഇത് അഡീഷണൽ ആയിട്ട് ഇതും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ കൈക്കൊന്നും ഒരു പ്രശ്നവും വരാത്ത ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 6 ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതിലൊക്കെ ഈ 5 ഐറ്റംസ് ആണുള്ളത്. ഇപ്പോൾ വാങ്ങിച്ചതിൽ ഇതും കൂടെ ആഡായി വന്നു എന്ന് മാത്രം. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കൈക്കും ഒരു പ്രശ്നവും വരാതിരിക്കാനുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഷ് വാഷ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിഷ് വാഷ് റെഡിയാക്കാൻ പോയാലോ? പിന്നെ നമുക്കൊരു തടിയും കൂടെ വേണം കേട്ടോ. ഞാനിത് ഓലയുടെ ആ ഒരു കമ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു തടി, നിങ്ങൾക്ക് ഒരു നീളത്തിനൊരു തടി നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വേണം. പിന്നെ ഒരു ബക്കറ്റ്, പിന്നെ 8 ലിറ്റർ വെള്ളം. ഇത്രയാണ് നമ്മുടെ ഡിഷ് വാഷ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത്. ഇത്രയും ആ ഒരു 300 രൂപ കൊണ്ട് നമുക്ക് എത്ര ലാഭിക്കാൻ നോക്കണം അല്ലേ? നമുക്ക് 10 ലിറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഡിഷ് വാഷ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ ഒരു ബക്കറ്റ്, പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ അലുമിനിയം പാത്രങ്ങളൊന്നും തന്നെ ഉപയോഗിക്കരുത്, റിയാക്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്ലാസ്റ്റിക് ബക്കറ്റിൽ ഞാനിവിടെ 8 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 9 ലിറ്റർ എടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ച് തിക്കായിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് 8 ലിറ്റർ വെള്ളം എടുത്തിട്ടുള്ളത്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഗ്ലൗസ് കയ്യിലിട്ടിരിക്കണം, അതുപോലെ തന്നെ മാസ്കും വെക്കണം. ഇതിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് പുകയൊക്കെ വരാൻ നമുക്ക് ഒരു അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഗ്ലൗസും മാസ്കും ഒക്കെ ധരിച്ചിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തൊന്നും കുഞ്ഞുങ്ങളെയൊന്നും വരരുത് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കിക്കോണേ. നമുക്ക് ഇതിലേക്ക് കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കാം. ആ ഉപ്പ് പോലെ ഇരിക്കുന്നില്ലേ, ആ ഒരു കാസ്റ്റിക് സോഡ ഇട്ട് കൊടുക്കുവാണേ. പതുക്കെ പതുക്കെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം നമ്മുടെ പുറത്തോട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കാസ്റ്റിക് സോഡയൊക്കെ നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ മിക്സായി നല്ല
കണ്ണീര് പോലെ ആവണം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. നല്ല തെളിഞ്ഞ് വരണം കേട്ടോ. ആ വൈറ്റ് കളറൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ മിക്സ് ചെയ്യണ സമയത്ത് നമുക്ക് ഉള്ളിൽ കാണാം തരി തരിയായിട്ട് കാസ്റ്റിക് സോഡ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ലയിച്ച് നല്ല ഫ്രഷായിട്ട് ഫുള്ള് ലയിച്ച് വരണം. അതാണ് കൺസിസ്റ്റൻസി കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ നല്ലതുപോലെ ഇളക്കണം. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തരിയൊന്നും പാടില്ല, നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. കാസ്റ്റിക് സോഡയൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ നല്ലതുപോലെ ലയിപ്പിക്കുന്ന സമയത്ത് ആ വെള്ളമൊക്കെ നല്ലതുപോലെ ചൂടാകും കേട്ടോ. അപ്പോൾ നമ്മൾ പേടിച്ച് പോവരുതേ, നല്ലതുപോലെ ചൂടാകും. അപ്പോൾ നല്ല ചൂടാകും, അത് തണുത്തിട്ട് വേണം നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ചൂടാവും. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കി അറിയായിരിക്കും, ആ ഒരു ചൂട് ആവും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു തരിയും ഇല്ല എന്ന് ഉറപ്പാക്കണേ. കണ്ടില്ലേ, നല്ലതുപോലെ വെള്ളം പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു വൈറ്റ് കളറൊക്കെ പോയി, ആ തരിയൊക്കെ പോയി, നല്ല പെർഫെക്റ്റ് ആയിട്ട് ലയിച്ച് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് ആവേണ്ടത് കേട്ടോ. അതുവരെ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 4 മണിക്കൂർ വെച്ച് നല്ലതുപോലെ അത് തണുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. 4 മണിക്കൂറോളമായിട്ടുണ്ട്, നല്ലതുപോലെ തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളതാണ് സ്ലറി നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കാസ്റ്റിക് സോഡ ചേർത്തതുപോലെ വളരെ കുറേശ്ശെയാണ് സ്ലറിയും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീഡാക്കി ഇട്ടിരിക്കുന്നതെന്നും ഉള്ളൂ. അപ്പോൾ ഇതും നല്ലതുപോലെ ചൂടാകും, നമ്മുടെ കയ്യിലൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ പതുക്കെ ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു പതയൊക്കെ വരുന്നുണ്ട്. സ്ലറി ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ നല്ല പതയായിട്ടുണ്ട്. നമ്മൾ ഇളക്കൽ നിർത്തിക്കൂടാ, ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ സ്ലറി എല്ലാം തീർന്നു കഴിഞ്ഞു. നല്ലതുപോലെ മിക്സ് ചെയ്ത് ആ സ്ലറിയും നമ്മുടെ ഈ ഒരു കാസ്റ്റിക് സോഡ, വെള്ളം എല്ലാം നല്ലതുപോലെ മിക്സായി വരണം കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ബക്കറ്റിൻ്റെ പുറത്തൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ചൂടായിരിക്കും കേട്ടോ. പേടിക്കണ്ട, സ്ലറി ഒഴിക്കുമ്പോഴും നല്ല ചൂട് വരും. അപ്പോൾ ഈ ചൂടൊക്കെ ഇനി തണുക്കണം. ഇനിയും നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 4 മണിക്കൂറാണ് കേട്ടോ നമ്മൾ സ്ലറി ഒഴിച്ചിട്ടും റെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. 4 മണിക്കൂറിന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട്. പതയൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മൾ കണ്ടില്ലേ, ആ ഒരു ലിക്വിഡിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ആയി വന്നിട്ടുണ്ട്. നല്ല തിക്നെസ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ചെറിയ ആ പൗഡർ പോലെ ഇരിക്കുന്നില്ലേ, ആ ഒരു സംഭവമാണ് സോഡിയം സൾഫേറ്റ് ആണ്. 100 ഗ്രാം അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ വളരെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടെ ആകുമ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗമായി കേട്ടോ നമ്മുടെ ഡിഷ് വാഷ്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു പൗഡർ ചേർക്കുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒരു വൈറ്റ് ആ ഒരു പാട പോലെ ഇങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്ത് നല്ലതുപോലെ ലയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഡിഷ് വാഷ് തയ്യാറാക്കുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മിക്സ് ചെയ്യുക എന്നാണ്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ എല്ലാം സെറ്റായി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലിക്വിഡ് കിട്ടുള്ളൂ. കണ്ടില്ലേ, കുറച്ച് നേരം മിക്സ് ചെയ്തപ്പോൾ തന്നെ ബാക്കി എല്ലാ സംഭവവും പോയി. ഇനി കുറച്ച് ഭാഗം കൂടെ മാത്രമേ ഉള്ളൂ. നമ്മൾ അതും നല്ലതുപോലെ ക്ഷമ വേണം കേട്ടോ ഈ ഒരു ഡിഷ് വാഷ് തയ്യാറാക്കാൻ. ഒരു ക്ഷമ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിഷ് വാഷ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ആ ഒരു വൈറ്റ് ആ സംഭവം എല്ലാം പോയിട്ടുണ്ട്. നല്ലതുപോലെ ആ ഒരു പതയും ആ ഒരു ലിക്വിഡിൻ്റെ കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കിനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ വാങ്ങിച്ച കിറ്റിൽ അഡീഷണലി ഉണ്ടായിരുന്ന ഒരു പൗഡറാണ് കേട്ടോ ഇത്. എല്ലാ കിറ്റിലും ഇത് ഉണ്ടാവില്ല, ബാക്കിയുള്ള 5 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശെ ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല, പക്ഷേ ഇത് നമ്മുടെ കൈക്കൊക്കെ പ്രൊട്ടക്ഷൻ തരാനും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു പൗഡറാണ് കേട്ടോ. പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയിക്കോളും കേട്ടോ. നമ്മൾ ഒത്തിരി അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ലയിച്ച് ചേർന്നോളും. അപ്പോൾ അതും ഇവിടെ ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ആ കടമ്പയും കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കളറ് വേണ്ടേ. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. യെല്ലോ ഒരു ഡാർക്ക് യെല്ലോ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കളർ പൗഡർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കളറ് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഡിഷ് വാഷിൻ്റെ കളറ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാര്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതിൻ്റെ ലൈസൻസൊക്കെ എടുത്ത് ഇതൊരു ബിസിനസ്സാക്കി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറേ ടൈംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ലാഭമാണ്. 300 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് 9 ലിറ്ററോളം ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ലാഭം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത്രയ്ക്ക് നല്ല ഒരു പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ ആ ഒരു കിറ്റിലുള്ളതാണ് ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ. ഞാൻ ലെമണാണ് കേട്ടോ ചൂസ് ചെയ്തത്. മിക്ക ഡിഷ് വാഷിനും ലെമണിൻ്റെ മണമല്ലേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ലെമൺ. അപ്പോൾ ലെമണിൻ്റെ സ്മെല്ല് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. ആ ഒരു ഫ്രാഗ്രൻസ് ലിക്വിഡും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചുറ്റുപാടും നല്ല മണമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയുണ്ട് നമ്മുടെ ഡിഷ് വാഷ് എന്നുള്ളത്. അപ്പോൾ ഇത് റെഡി ടു യൂസ് അല്ല കേട്ടോ. ഒരു 6-7 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് മോർണിംഗിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഡൗട്ടായിരിക്കും ഞാനിത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്ന്. നമ്മൾ സോപ്പൊക്കെ വിൽക്കുന്ന കടയിൽ, അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ ഇത് ഡിഷ് വാഷിൻ്റെ കിറ്റ് ചോദിച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് നമുക്ക് വാങ്ങാം. അതല്ല നമുക്ക് ഓരോ സാധനങ്ങളും ഞാനിപ്പോൾ ഓരോന്നിൻ്റെ അളവ് സഹിതം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാവുന്നതാണ്. കണ്ടില്ലേ എത്ര തിക്കായിട്ടാണ് നമ്മുടെ ലിക്വിഡ് കിട്ടിയിട്ടുള്ളതെന്ന്. തിക്ക് മാത്രമല്ല നല്ല സ്മെല്ലുമാണ് കേട്ടോ. ഷോപ്പിലൊക്കെ പോയിട്ട് ഒത്തിരി പൈസ കളഞ്ഞ് നമ്മൾ ഈ ലിക്വിഡ് വാങ്ങുന്ന കാട്ടിയും നമുക്ക് വീട്ടിൽ വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, അതും കുറഞ്ഞ ചിലവിൽ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബിസിനസ്സാക്കി ഏറ്റെടുക്കുന്നവർക്കും അതല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നവർക്കും ഇത് 2 തരത്തിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിക്വിഡ് ഇവിടെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒരു സൺഡേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മോർണിംഗിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുവരെ ഇത് റെസ്റ്റ് ചെയ്യട്ടെ. രാവിലെ ഞാൻ ഉപയോഗിച്ച് കാണിച്ചു തരാം കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ലിക്വിഡ് ഇവിടെ സെറ്റായിരിപ്പുണ്ട്. ഞാനിത് കാണിച്ചു തരാം കേട്ടോ. ഒരു സ്പൂണിൽ കുറച്ചെടുക്കുന്നുണ്ട്. ഒരു വൈറ്റ് പ്ലേറ്റിൽ കാണാൻ പാകത്തിനാണ് കേട്ടോ വൈറ്റ് പ്ലേറ്റ് എടുത്ത് കാണിക്കുന്നത്. കണ്ടില്ലേ ആ ഒരു തിക്നെസ്? ഇത്രയും തിക്കായിട്ടാണ് നമ്മുടെ ലിക്വിഡ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ അത് ക്ലിയർ ആവുന്നെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ആ ഒരു പതയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ ഗൈസ്, ഇത്രത്തോളം പത വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. നമുക്ക് വെറും 300 രൂപ ചിലവിൽ നമുക്ക് 9 ലിറ്റർ അടിപൊളി ഡിഷ് വാഷ് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇനി ഒട്ടും സമയം കളയേണ്ട. ഞാൻ കുപ്പിയിലൊക്കെ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ മിച്ചം വന്നു, അത് ഞാനിങ്ങനെ വീട്ടിലിരുന്ന കുപ്പികളിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സംഭവം ഉണ്ട് കേട്ടോ. ഇത്രയും ലിക്വിഡ് ആ ഒരു 300 രൂപയ്ക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ. യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് ഉറപ്പായിട്ടും പറയണേ.
നമ്മൾ ലൈസൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മളൊരു പേരൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ആ കുപ്പിയുടെ പുറത്തൊക്കെ ഒട്ടിച്ച് നമുക്ക് വിൽക്കാം. കടകളിലൊക്കെ വിറ്റ് നമുക്ക് ഇങ്ങനെയും വരുമാനം ഉണ്ടാക്കാം. വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഈ ഒരു ഡിഷ് വാഷ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഇതുപോലുള്ള ഇത് ഉണ്ടാക്കാനുള്ള ബിസിനസ് മൈൻഡുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.